നമസ്കാരം. സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും പ്രവാസികളുടെ തത്സമയ ചർച്ചാവേദിയായ ദ റൈറ്റ് അവറിലേക്ക്, സത്യം തേടുന്ന സംവാദത്തിലേക്ക്. കേരളത്തിന്റെ ഓരോ സ്പന്ദനങ്ങളും കൃത്യമായി നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നവരാണ് പ്രവാസികൾ. കഴിഞ്ഞ 2 ദിവസമായി കേരള രാഷ്ട്രീയം ഏറെ ചർച്ച ചെയ്യുന്ന വിഷയമാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ ഇടതുപക്ഷത്തേക്കുള്ള നീക്കം. കേരളത്തിന്റെ ഭാവി രാഷ്ട്രീയ സമവാക്യം എങ്ങനെയാവും? നമുക്ക് ചർച്ച ചെയ്യാം. ജോസ് കെ മാണിയുടെ നീക്കം നേരായ ദിശയിലോ അതോ അല്പം പിന്നോട്ടടിക്കുന്ന ഒരു നീക്കമാണോ ഇത്? ഇതിൽ രാഷ്ട്രീയ നേട്ടം ആർക്കായിരിക്കും? ചർച്ചയിലെ പങ്കെടുക്കുന്നവർ നമുക്ക് സ്വാഗതം ചെയ്യാം. ഇടത് സഹയാത്രികൻ ശ്രീ വാഹിദ് നാട്ടിക, കോൺഗ്രസ് സഹയാത്രികൻ ശ്രീ പുന്നക്കൻ മുഹമ്മദ് അലി, കേരള കോൺഗ്രസ് വിഭാഗം മാണി വിഭാഗത്തിന്റെ പ്രതിനിധി ശ്രീ ഡായിസ് ഇടിക്കുള. ഏവർക്കും സ്വാഗതം ദ റൈറ്റ് അവറിലേക്ക്. നമുക്ക് ചർച്ച തുടങ്ങാം. ആദ്യം തന്നെ ശ്രീ പുന്നക്കലിലേക്ക് പോകാമെന്ന് എനിക്ക് തോന്നുന്നു. ശ്രീ പുന്നക്കൽ മുഹമ്മദ് അലി, കഴിഞ്ഞ 38 വർഷം എന്ന് പറയുന്ന നീണ്ട കാലയളവ് മാണി വിഭാഗം നിങ്ങളോടൊപ്പമായിരുന്നു. UDFന്റെ എല്ലാ തകർച്ചയിലും ഉയർച്ചയിലും പ്രതിസന്ധി ഘട്ടങ്ങളിലുമെല്ലാം നിങ്ങളോടൊപ്പം നിന്നവരാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം. ജോസ് കെ മാണിയുടെ അഭിപ്രായം മുഖവിലേക്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ പുറത്താക്കുകയായിരുന്നു ജോസ് കെ മാണി വിഭാഗത്തെ. എങ്ങനെ പ്രതികരിക്കുന്നു? ആദ്യമായി ഞാൻ പറയട്ടെ, ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ജോസ് കെ മാണിയോട് നന്ദിയുമുണ്ട്. കാരണം കേരള രാഷ്ട്രീയത്തിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ KM മാണി സാറിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും പൊതുസമൂഹത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവനും പൊതുരംഗത്ത് പ്രവർത്തിച്ച അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും വേട്ടയാടിയ ഒരു രാഷ്ട്രീയ പാർട്ടി, അവരുടെ തനിനിറം ഈ പൊതുസമൂഹത്തിന് മനസ്സിലാക്കാൻ അവസരം കൊടുത്ത പ്രിയപ്പെട്ട ജോസ് കെ മാണിയോടുള്ള നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്. കാരണം ജോസ് കെ മാണിയെ മാത്രമല്ല, ജോസ് കെ മാണിയെയും മാണി സാറിനെ പറഞ്ഞത് കോയ മാണിയും കോയി ജോസ് കെ മാണിയും എന്നാണ് CPM ഉയർത്തിയ മുദ്രാവാക്യം. CPM അതിൽ നിന്ന് എന്ത് നിലപാടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് എന്ന് പൊതുസമൂഹത്തിന് ചർച്ച ചെയ്യാൻ ഒരു സുവർണ അവസരമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം രാഷ്ട്രീയത്തിൽ 2 വോട്ടിന് വേണ്ടി അല്ലെങ്കിൽ അധികാരത്തിന് വേണ്ടി എന്തും വിളിച്ചു പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, പ്രത്യേകിച്ച് CPMന്റെ തനിനിറം പൊതുജനകത്തിന് ചർച്ച ചെയ്യാനുള്ള ഒരു അവസരം ജോസ് കെ മാണി ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞതിൽ ഒന്ന് തിരുത്തണം. കേരള കോൺഗ്രസ് M അല്ല മുന്നണി വിട്ടുപോയിരിക്കുന്നത്. കേരള കോൺഗ്രസ് എമ്മിലുള്ള ജോസ് കെ മാണിയെ അനുകൂലിക്കുന്ന കുറച്ചു പേർ, KM മാണിയുടെ പേരിലുള്ള കേരള കോൺഗ്രസിൽ മഹാഭൂരിപക്ഷം, മാത്രമല്ല മാണി സാറിന്റെ കൂടെ ജീവിതകാലം മുഴുവനും അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ ലെഫ്റ്റ് റൈറ്റ് ആയി പ്രവർത്തിച്ച സീനിയറായ കുറെ നേതാക്കന്മാർ, ഒരാള് പോലും ഒന്നിടപെടുകയാണ് ശ്രീ പുന്നക്കൽ മുഹമ്മദ് അലി. ഒന്നിടപെടുന്നു. വിട്ടുപോയി എന്നുള്ളതല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പുറത്താക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. UDFന്റെ കൺവീനർ തന്നെ പറഞ്ഞിട്ടുണ്ട്, തൽക്കാലത്തേക്ക് അവരെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹം വിട്ടുപോയി എന്ന് പറയുന്നത് നമ്മൾ ന്യായീകരിക്കുന്നതിന് പറയുന്നതല്ലേ? അല്ല, അദ്ദേഹം തൽക്കാലം നിർത്തിയിരുന്നതിന് അതിന് കാരണമുണ്ട്. ഒരു മുന്നണിയാവുമ്പോൾ ഒരു വാഗ്ദാനം പാലിക്കേണ്ടതുണ്ട്. മുന്നണി സംവിധാനത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് മുന്നണിയിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി 2 വിഭാഗമായി നിൽക്കുമ്പോൾ നമ്മൾ ചില മര്യാദകളും ചില വാക്കുകൾ പാലിക്കേണ്ടതുണ്ട്. അത് ജോസ് കെ മാണി പാലിച്ചില്ല. കോട്ടയത്ത് അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള കാര്യത്തിൽ ജോസ് കെ മാണിയുടെ കൂടെ നിൽക്കുന്നവർ ജോസ് കെ മാണി വാക്ക് പാലിച്ചില്ല. വാക്ക് പാലിക്കാതെ മാത്രമല്ല, സീനിയറായ UDFന്റെ നേതാക്കൾ, നിങ്ങൾ നേരത്തെ ആരംഭത്തിൽ പറഞ്ഞതുപോലെ KM മാണി സാറിന്റെ കൂടെ UDF പടുത്തുയർത്തുന്നതിന് വേണ്ടിയും എല്ലാ ദുഃഖത്തിലും സന്തോഷത്തിലൊപ്പം മാണി സാറിനോടൊപ്പം നിന്ന കോൺഗ്രസ് നേതാക്കന്മാർ മാത്രമല്ല, മുസ്ലിം ലീഗിന്റെ സമുന്നതായ നേതാക്കന്മാർ പോലും ഈ ജൂനിയറായ, എത്രയും വലിയ സീനിയർ നേതാവൊന്നല്ല ജോസ് കെ മാണി, പക്ഷെ മാണി സാറിന്റെ മകനും പാർലമെന്റിനുമായപ്പോൾ അദ്ദേഹം ജനകീയനായ ഒരു നേതാവാണ്. ഞാൻ അദ്ദേഹത്തെ ചെറുതായി കാണിക്കുന്നില്ല. പക്ഷെ അദ്ദേഹത്തെക്കാൾ എത്രയോ സീനിയറായ നേതാക്കന്മാർ കേരള കോൺഗ്രസ് ഉണ്ടായപ്പോഴും അദ്ദേഹം ആ മാണി സാറിന്റെ മകൻ എന്ന നിലയിലാണ് ഇപ്പോൾ ഏറ്റവും വലിയ നേതാവായി മാറിയത്. അല്ലാണ്ട് അദ്ദേഹത്തിന്റെ പാരമ്പര്യം, രാഷ്ട്രീയ പാരമ്പര്യം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം കൊണ്ടല്ല. പക്ഷേ അദ്ദേഹം വാഗ്ദാന ലംഘനം നടത്തിയപ്പോൾ അദ്ദേഹം മുന്നണിയിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കാൻ പറഞ്ഞു. അതിലെന്താ തെറ്റുള്ളത്? ഞാനൊന്ന് ഇടപെടുന്നു. പക്ഷെ അദ്ദേഹം പറയുന്നത് അങ്ങനെയല്ല. UDFൽ നിന്ന് നീതി കിട്ടിയില്ല, UDF വഞ്ചിച്ചു എന്നാണ്, നിങ്ങൾ പിന്നിൽ നിന്ന് കുത്തി എന്നാണ് പറയുന്നത്.
അദ്ദേഹത്തെ എന്ത് കുത്തി എന്നാ പറയുന്നത്? ഡെയ്സി ഇടക്കുളം ഇവിടെ ഉണ്ടല്ലോ. ഡെയ്സി ഇടക്കുളം കേരള കോൺഗ്രസിന്റെ ഇവിടുത്തെ പ്രവാസി സംഘടനയുടെ പ്രിയങ്കനായ ജനറൽ സെക്രട്ടറിയാണ്. ഇപ്പോൾ എല്ലാ ചർച്ചയിലും കേരള കോൺഗ്രസിന്റെ നേതാക്കന്മാർ സഹപ്രവർത്തകർ പറയുന്നു UDF നിന്ന് ഞങ്ങളെ പുറത്താക്കി, UDF നിന്ന് ഞങ്ങളെ പുറത്താക്കി. UDF നിന്ന് ആരും തിരിച്ചു വരാം. ഒന്ന്, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സംവിധാനത്തെ സുദീർഘമായ ഒരു കാലഘട്ടത്തിൽ നിയന്ത്രിച്ചിരുന്നത് പരിണിതപ്രജ്ഞനായ കോൺഗ്രസ് പാർട്ടിയുടെ ലീഡറായിരുന്ന ഞങ്ങളൊക്കെ ആദരിക്കുന്ന ശ്രീ കെ കരുണാകരനാണ്. അദ്ദേഹത്തോടൊപ്പം മുൻനിരയിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച നേതാക്കന്മാരിൽ ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ AK ആന്റണിയും പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളോടൊപ്പം മുൻനിരയിൽ നിന്നുകൊണ്ട് ഈ ഐക്യജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തെ പടുത്തുയർത്തുന്നതിന് വേണ്ടി ജീവിതാന്ത്യം വരെ പ്രവർത്തിച്ച ഒരു ലീഡറാണ് ശ്രീ KM മാണി. ശ്രീ കെ കരുണാകരനും ശ്രീ KM മാണിയും തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ അനുഭവിച്ച വേദനകൾ എന്ന് പറയുന്നത് ഈ ഐക്യ ജനാധിപത്യ മുന്നണി സംവിധാനത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് ചില ആളുകൾ നടത്തിയ കുൽസിതമായ ആസൂത്രിതമായ നീക്കങ്ങളുടെ ഭാഗമായി തങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തിൽ വേദനയോടുകൂടിയാണ് ഈ രണ്ട് നേതാക്കന്മാരും ഈ ലോകത്തിൽ നിന്ന് യാത്ര പറഞ്ഞത്. ഞാൻ സൂചിപ്പിച്ചു തന്നത് ഈ പ്രസ്ഥാനത്തിനു വേണ്ടി, ഈ മുന്നണി സംവിധാനത്തിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന കക്ഷിയുടെ ലീഡർ ആണ് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ക്രോഡീകരിക്കപ്പെടുകയും സമന്വയം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യേണ്ടത്. മാണി സാറ് കഴിഞ്ഞ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ, പാലാ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയിലെ ഒരു വിഭാഗം ആളുകൾ ആസൂത്രിതമായി മാണി സാറിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തി എന്നുള്ളത് ഏതൊരു രാഷ്ട്രീയ പഠന വിദ്യാർത്ഥികൾക്കും കോട്ടയം ജില്ലയിലെ രാഷ്ട്രീയവുമായി ബന്ധപ്പെടുന്നവർക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ മാണി സാർ അതിനെയൊക്കെ അതിജീവിച്ചു. പക്ഷെ മാണി സാർ രോഗാവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ ഈ നീക്കം കുറച്ചുകൂടെ സംഘടിതമായി മാറി. മാണി സാറിൻ്റെ കാലശേഷം ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തന്നെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് തുടച്ചു മാറ്റാം എന്നുള്ള ഒരു നീക്കത്തോടുകൂടി, ചില അജണ്ടയോടുകൂടി മുന്നോട്ട് വന്നപ്പോഴാണ് കേരള കോൺഗ്രസ് പാർട്ടിയിൽ ആത്മാഭിമാനമുള്ള മാണി സാറിനെ സ്നേഹിക്കുന്ന, രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ മാണി സാറിൻ്റെ പൈതൃകം അവകാശപ്പെടുന്ന ഒരു പൊതുസമൂഹം കേരള കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. ഒന്നിടപെടുന്നു. എന്തിനാണ് കേരള കോൺഗ്രസ് എമ്മിനെ തുടച്ചു നീക്കുന്നത്? രാഷ്ട്രീയ അല്ലെങ്കിൽ ഈ ഒരു ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കുക എന്ന് പറഞ്ഞാൽ എന്തിനാണ്? ആ ഒരു അജണ്ട കോൺഗ്രസിലെ, ഞാൻ എല്ലാവരും പറയുന്നില്ല, ഞാൻ ഉമ്മൻചാണ്ടി സാറിനെ ഒന്നും ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്ന ആളുകളാണ്, ശ്രീ കെ കരുണാകരനും ഉമ്മൻചാണ്ടി സാറും. കോൺഗ്രസ് ഐക്യ ജനാധിപത്യ മുന്നണിയിലെ ഒരു സെക്കൻഡ് ലെവൽ ലീഡേഴ്സായിട്ട് കോൺഗ്രസിൽ വന്ന കുറച്ച് ആളുകളാണ് ശ്രീ കെ കരുണാകരനും ശ്രീ KM മാണി സാറിനും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയത്. അവരുടെ നീക്കം PJ ജോസഫ് എന്ന് പറയുന്ന ഞങ്ങൾ കേരള കോൺഗ്രസ് പാർട്ടിയിൽ വിഭാഗമായി നിന്ന PJ ജോസഫ് സാറിനെ കോൺഗ്രസിൽ ഈ മുന്നണി സംവിധാനത്തിൽ കൊണ്ടുവരുമ്പോൾ ഇന്ന് ഞങ്ങളെ എതിർക്കുന്നത് പോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ മുഴുവൻ ആളുകളും മാണി സാറിനെ എതിർത്തു. അന്നേരവും പറഞ്ഞു, ഉമ്മൻചാണ്ടി സാർ പറഞ്ഞു, ഇതിൻ്റെ ഗുണവും ദുഃഖവും ഇതിൻ്റെ ലാഭവും നഷ്ടവും എല്ലാം മാണി സാർ ഏറ്റെടുത്തോളം പറഞ്ഞു. അന്ന് അദ്ദേഹം ക്രാന്തദർശിയായ ആളാണ്. അദ്ദേഹം പറഞ്ഞത് വളരെ മാന്യമായ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് അദ്ദേഹം നിരീക്ഷണമാണ് ഉള്ളതുകൊണ്ടായിരിക്കാം പറഞ്ഞത്. പക്ഷേ ആ ഒരു സ്റ്റേജിൽ നിന്നും ഇന്ന് PJ ജോസഫിൻ്റെ ഒരു വിഭാഗത്തെ കോൺഗ്രസ് പാർട്ടി ഇൻസ്ട്രുമെൻ്റായി ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾക്കെതിരെ നീങ്ങി മുന്നണിയിൽ നിന്നും പടിയടച്ചു പിണ്ഡം വെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്ന ഒരു സാഹചര്യത്തിൽ ഒരു കേരള കോൺഗ്രസ് പാർട്ടിയിലെ പ്രവർത്തകരും കേരള കോൺഗ്രസ് മാണി സാറിനെ സ്നേഹിക്കുന്ന ആളുകളും രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ലല്ലോ. അപ്പം ഞങ്ങളെ കൊണ്ട് നിർബന്ധിതമായി ഇങ്ങനെ ഒരു തീരുമാനം എടുപ്പിച്ചു എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അതിന് നിങ്ങൾ ഉപകരണമാക്കിയത് PJ ജോസഫിനെ ആയിരുന്നു, UDF ഉപകരണമാക്കിയത് PJ ജോസഫിനെ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ പുന്നിക്കൻ മുഹമ്മദ്, നിങ്ങൾ എന്തിനാണ് PJ ജോസഫിനെ ഇതൊരു ഉപകരണമാക്കിയത്? കാരണം PJ ജോസഫ് ആദ്യം ഈ കോൺഗ്രസിലേക്ക് വരുന്നത് തന്നെ നിങ്ങൾ എതിർത്തിരുന്നു. ഇപ്പോൾ പറയുന്നത് ജോസ് കെ മാണി വിഭാഗം പറയുന്നത് നിങ്ങൾ PJ ജോസഫിനെ ഉപകരണമാക്കി ജോസ് കെ മാണി വിഭാഗത്തെ UDF-ൽ നിന്ന് അകറ്റാനെന്ന്. എങ്ങനെ പ്രതികരിക്കുന്നു? അത് ഡൈസിന്റെയും കേരള കോൺഗ്രസിന്റെയും പിന്നെ ഇപ്പൊ ഇടതുമുന്നണിയിലേക്ക് പോയ നേതാക്കന്മാരുടെ പുതിയൊരു കണ്ടുപിടുത്താണ്. ഞാൻ ഒരു കാര്യം പറയാം, കേരളത്തിൽ ആത്മാഭിമാനമുള്ള കേരള കോൺഗ്രസിന്റെ പ്രവർത്തകർ ഒരൊറ്റ ആളും CPM-ന്റെ കൂടെ പോകില്ല. മാണി സാറിനോട് സ്നേഹമുള്ളവർ, ആത്മാർത്ഥമുള്ള, അദ്ദേഹത്തിന്റെ മകനാണ് നേതൃത്വം നൽകുന്നത്, പക്ഷെ അത് വേറെ കാര്യം. പ്രവർത്തകർ, സാധാരണ പ്രവർത്തകർ, ഒന്നും പ്രതീക്ഷിക്കാത്ത, നാളെ MP-യോ MLA-യോ
പഞ്ചായത്ത് മെമ്പറോ ഒന്നും ആകാൻ ആഗ്രഹിക്കാത്ത ലക്ഷക്കണക്കിന് പ്രവർത്തകരുണ്ട് ഓരോ പാർട്ടിയിലും. ഇതിന്റെ പാർട്ടിയിലുണ്ട്, എന്റെ പാർട്ടിയിലുണ്ട്, കേരള കോൺഗ്രസിലുണ്ട്, മുസ്ലിം ലീഗിലുണ്ട്, BJP-യിലുണ്ട്. അങ്ങനെയുള്ള പ്രവർത്തകർക്ക് ഒരിക്കലും ഈ നെറികെട്ട രാഷ്ട്രീയം കൂറുമാറ്റം അംഗീകരിക്കില്ല. അപ്പോൾ പുതിയ കണ്ടുപിടുത്താണ്. എന്താണ്? ഞങ്ങള് UDF-ൽ നിന്ന് പുറത്താക്കിയവരൊക്കെ ഭക്ഷിക്കാനാണോ CPM നിൽക്കുന്നത്? UDF-ൽ നിന്ന് പുറത്താക്കുന്ന ചേക്കേറാനുള്ള സ്ഥലമാണോ കേരള കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇപ്പൊ കുടുക്കിയിരിക്കുന്നു. CPM-ന്റെ അടുത്ത് പോയപ്പോ അവിടുത്തെ പ്രവർത്തകർ അംഗീകരിക്കാൻ തയ്യാറില്ല. ഞാൻ ചോദിക്കട്ടെ, ഡൈസിനോട് സ്നേഹത്തോട് ചോദിക്കട്ടെ, മാണി സാറിന്റെ കൂടെ നിന്ന സീനിയർ നേതാക്കന്മാർ എവിടെ പോയി? ഒരു 5 സീനിയർ നേതാവിന്റെ പേര് പറഞ്ഞ. ഇപ്പൊ ഈ അടുത്ത കാലത്ത് മരിച്ച പ്രിയപ്പെട്ട നമ്മളെ MLA, ഇതേപോലെ സീനിയർ നേതാവ്, അദ്ദേഹം ആരോടൊപ്പം ഉണ്ടായത്? അദ്ദേഹം PJ ജോസഫിനെതിരെ അതിശക്തമായി എതിർത്തുകൊണ്ട് മാണി സാറിന്റെ ഇടത്തും വലത്തും നിന്ന ആളാണ്. അങ്ങനെ പ്രഗത്ഭരായ സീനിയർ നേതാക്കന്മാർ ഒറ്റ ആള് പോലും ജോസ് കെ മാണിയോടൊപ്പം ഇല്ല. നേരത്തെ പറഞ്ഞ 2ാം കിട നേതാക്കന്മാരാണ് അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളത്, അല്ലാതെ സീനിയർ ഒരൊറ്റ പ്രവർത്തകരെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി കള്ളത്തരം പ്രചരിപ്പിക്കുന്ന ആരെ കൂടെയാ പോയിരിക്കുന്നത്? 1-ാം നമ്പർ പാർട്ടിയുടെ കൂടെ മാണി സാറിനെ ഇവിടെ അദ്ദേഹം മരിക്കാൻ കാരണക്കാരായിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരവാദി, അദ്ദേഹത്തെ രോഗിയാക്കി മാറ്റാനുള്ള, അദ്ദേഹത്തെ മാനസികമായി തകർത്ത, അദ്ദേഹത്തിന്റെ കുടുംബത്തെ തകർത്ത CPM-ന്റെ കൂടെയാണ് കേരള കോൺഗ്രസ് മാണി ജോസഫ് മാണി സാറിന്റെ മോൻ പോയിരിക്കുന്നത്. എണ്ണി മറുപടി പറയും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണാം. ശ്രീ വാഹിദ് നാട്ടിക മറുപടി പറയാം. അദ്ദേഹത്തിന്റെ ശരീര ഭാഷയിൽ നിന്ന് തന്നെ കേരളത്തിൽ കണ്ടിട്ടുണ്ട് ബുദ്ധിപ്പെടുത്തുന്നു. സത്യത്തിൽ ഞാൻ UDF-ന്റെ RSS-നോടൊക്കെ കൃത്യമായി എതിർപ്പുള്ള രാഷ്ട്രീയ നേതാക്കൾ വലിയ രീതിയിൽ യോജിക്കുന്നില്ല. കാരണം 2026 കൂടി ചിലപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതിന്റെ കേരള ഘടകവും ചിലപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് സഹകരിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് എത്തിയേക്കാം. അത്ര കണ്ട് കേരളത്തിലെ രാഷ്ട്രീയമായി കോൺഗ്രസ് ഒറ്റപ്പെടുത്തുന്നു. കോൺഗ്രസ് വലിയ രീതിയിൽ ഒറ്റപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല, അതിനുള്ളിലുള്ള വർഗീയവൽക്കരണം, അപകടകരമായ രീതിയിലുള്ള RSS വൽക്കരണം കോൺഗ്രസിനെ പൊതുസമൂഹത്തിൽ ഒരു മതേതര കക്ഷിയാണോ എന്ന കാര്യത്തിൽ സംശയിക്കുന്ന. ഇനി അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങളിലേക്ക് വരാം. അദ്ദേഹം ഒരുപാട് ആരോപണങ്ങൾ നടത്തി. ബഹുമാനപ്പെട്ട KM മാണി സാറിന്റെ മരണത്തിൽ അദ്ദേഹത്തിന്റെ മരണത്തിൽ ഇടതുപക്ഷത്തിനാണ് ഉത്തരവാദിത്തം ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? കാരണം നിങ്ങൾ അത്രയും നിങ്ങളുടെ പാർട്ടി ഇടതുപക്ഷം അത്രയും അദ്ദേഹത്തെ കരിവാരി തേച്ചിട്ടുണ്ട്. 50 വർഷത്തോളം നിയമസഭാ സാമാജികനായിരുന്ന ഒരു വ്യക്തിയെ എത്രമാത്രം താറടിക്കാമോ, എത്രമാത്രം കരിവാരി തേക്കാമോ, അദ്ദേഹത്തിന്റെ വ്യക്തി പ്രഭാവത്തെ എത്രമാത്രം ചവിട്ടി താഴ്ത്താമോ, അതെല്ലാം നമ്മൾ കേരള ജനത കണ്ടതാണ്. ഒരു ബാർ കോഴ കേസിൽ ഒരു മുഖ്യമന്ത്രി ആവാൻ വരെയുള്ള എല്ലാ കഴിവുകളും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. നിങ്ങൾ പറയാത്ത, നിങ്ങൾ കൊടുക്കാത്ത പേരുകളില്ല. അതായത് സത്യത്തിൽ ബാർ കോഴ കേസ് എങ്ങനെയാണ് വന്നത് എന്നത് അതിന്റെ പിന്നാമ്പുറ കഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. ബഹുമാനപ്പെട്ട KM മാണി സാറ് CPIM-ന്റെ സംസ്ഥാന സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സാമ്പത്തിക ചർച്ചയിൽ പങ്കെടുത്തു. ആ സാമ്പത്തിക ചർച്ചയിൽ പങ്കെടുക്കുന്നതോടുകൂടി കേരളത്തിലെ പൊതുമാധ്യമങ്ങൾ ഒരു പൊതു ചർച്ച കൊണ്ടുവന്നു. ബഹുമാനപ്പെട്ട KM മാണി സാർ കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനായിട്ടുള്ള UDF രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടിയേക്കാളും AK ആന്റണിയേക്കാളും തന്നെ യോഗ്യനായിട്ടുള്ള വ്യക്തിയായിരുന്നു ബഹുമാനപ്പെട്ട KM മാണി. അദ്ദേഹത്തെ രാഷ്ട്രീയമായി കുരുക്കുക എന്നുള്ള കുരുക്ക് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം മുഴുവൻ ഇത്തരം കുരുക്കുകുട്ടികളിലൂടെയാണ് രാഷ്ട്രീയം. അദ്ദേഹത്തിന് കേരള ബാലജനസഖ്യത്തിലൂടെ ആരംഭിച്ച രാഷ്ട്രീയം തന്നെ തികഞ്ഞ കുബുദ്ധി രാഷ്ട്രീയമാണ് അദ്ദേഹം. അത് ആദ്യത്തിൽ കരുണാകരനെ എത്ര അതിദാരുണമായി അവരെല്ലാം ഒരു കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിയെ തള്ളിപ്പറഞ്ഞു പോയപ്പോൾ ഇന്ദിരാഗാന്ധിയോടൊപ്പം നിന്ന, കോൺഗ്രസിനോടൊപ്പം നിന്ന കരുണാകരൻ പാർട്ടിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കുന്നത് എത്തിച്ച, അത്തരം ഒരു മനോവേദനയിൽ എത്തിച്ച ആ വൃദ്ധനായ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ അത് ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിലെങ്കിലും ചിലപ്പോൾ അതൊക്കെ പ്രതിഫലിച്ചേക്കാം. കാരണം ആ മനുഷ്യൻ അത്രയേറെ മനസ്സിലിക്കുകയാണ്
പഠനത്തിൽ. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിന്റെ നേതാവായ എ.കെ. ആന്റണിയെ വെട്ടിക്കൊണ്ടാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി വരുന്നത്. അത്തരത്തിൽ ആ ബുദ്ധി തന്നെയാണ് അദ്ദേഹം ഈ ബാർ കേസ് എന്ന് പറയുന്ന ഒരു കേസ്. പ്രതിപക്ഷത്തെ സംബന്ധിച്ച്, നിലവിലുള്ള ഒരു പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മന്ത്രിസഭ, ആ മന്ത്രിസഭയിൽ ധനമന്ത്രിയായിരിക്കുന്ന ഒരു മന്ത്രിയെ കുറിച്ച് ക്വിക്ക് വെരിഫിക്കേഷൻ എടുത്തതിനെ കുറിച്ച് പറയുന്നത്, അന്നത്തെ ആഭ്യന്തരമന്ത്രി അദ്ദേഹം പുറത്തു പോയിരുന്ന അദ്ദേഹത്തെ എയർപോർട്ടിൽ ചെന്നിട്ട് എയർപോർട്ടിൽ പോയി വെരിഫിക്കേഷൻ നടത്തിയെന്നാണ് പറയുന്നത്. അത്തരം ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തിക്കൊണ്ട് പ്രതിപട്ടികയിൽ ചേർത്തിക്കൊണ്ട് ഒരാളെ നിർത്തുമ്പോൾ പ്രതിപക്ഷത്തിന് സമരം ചെയ്യാതിരിക്കാൻ പറ്റും. സ്വാഭാവികമായ പ്രതിപക്ഷ സമരങ്ങൾ ഉണ്ടാവും. ഇത് തന്നെയായിരുന്നു അവരുടെ ഉദ്ദേശം. മുദ്രാവാക്യങ്ങൾ ഒരുപക്ഷെ മറന്നിട്ടില്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു. കേരള ജനത ഏതായാലും മറന്നിട്ടില്ല. കേരളത്തിലെ കെ.എം. മാണിയോട് ചേർന്ന് നിൽക്കുന്നവരെയും പരമാവധി അവഹേളിക്കാം. സ്വാഭാവികമായി പ്രതിപക്ഷ സമരങ്ങൾ നടക്കും. ആ പ്രതിപക്ഷ സമരങ്ങളെ പരമാവധി കെ.എം. മാണി വിരുദ്ധമാക്കിയെടുത്തുകൊണ്ട് കെ.എം. മാണി ഇടതുപക്ഷവുമായി യോജിക്കാനുള്ള വിദൂര സാധ്യത പോലും ഇല്ലാത്ത രൂപത്തിൽ മാറ്റുക എന്നുള്ള രാഷ്ട്രീയ കൗശലമാണ് ഉമ്മൻചാണ്ടി ആരംഭിച്ചത്. അതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജേക്കബ് ജോർജ് ഒരു ദിവസം അദ്ദേഹം ക്ലിപ്പ് ഇങ്ങനെ പോയപ്പോ പറഞ്ഞു, ഞാൻ നാളെ ഒരു ബോംബ് പൊട്ടിക്കുന്നുണ്ട്. ആ ബോംബ് പൊട്ടിച്ചതായിരുന്നു ഉമ്മൻചാണ്ടി. ആ ബോംബ് പൊട്ടിക്കലിലൂടെ പിന്നീട് രമേശ് ചെന്നിത്തല വെരിഫിക്കേഷൻ ഇടിപ്പിച്ചുകൊണ്ട് നമുക്ക് എയർപോർട്ടിൽ പോയിട്ട് അത്രയേറെ അർജന്റോടെ വെരിഫിക്കേഷൻ ഒപ്പിടിപ്പിച്ചെങ്കിൽ എത്ര കണ്ട് കെ.എം. മാണിയോട് അതുകൊണ്ടാണ് പറഞ്ഞത്. കെ.എം. മാണി പറഞ്ഞിട്ടുള്ളത് ഞാൻ തുറന്ന രാഷ്ട്രീയം CPM-നോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം 52 ഇടതുപക്ഷത്തോടൊപ്പം ഉണ്ടായെങ്കിലും പിന്നെ ഇടതുപക്ഷത്തിന് മാറിപ്പോയെങ്കിലും തുറന്ന രാഷ്ട്രീയമാണ്. തുറന്ന രാഷ്ട്രീയം നമുക്കാവാം. അത് രാഷ്ട്രീയത്തിൽ മാന്യതയാണ്. എനിക്ക് രാഷ്ട്രീയമായ ശ്രീ വാഹിനാട്ടിക, ഞാൻ തിരിച്ചെത്താം. പെട്ടെന്ന് തന്നെ നമുക്ക് ഡയസ് ഡിക്ലെയറിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. UDF-ൽ നിന്ന് നിങ്ങളെ പുറത്താക്കുന്നു എന്ന് പറയുന്നു. സ്വന്തം നിൽക്കാൻ അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ ഒരു പിടിവള്ളി ഇല്ലാതായതുകൊണ്ടാണോ നിങ്ങളിപ്പോൾ LDF-ലേക്ക് പോകുന്നത്? ഒരിക്കലുമല്ല. കേരള കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഗ്രൂപ്പുകളിൽ നിന്നും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഞാൻ ശ്രീ പുന്നക്കൽ മുഹമ്മദ് അലിയോടും ഈ പ്രേക്ഷകരുടെയും മുമ്പിൽ കേരള രാഷ്ട്രീയത്തിൻ്റെ ഇന്നലകളെക്കുറിച്ച് ഞാനൊന്ന് ഒരു വിശദീകരണത്തിന് വേണ്ടി ഞാൻ ശ്രമിക്കുകയാണ്. സാക്ഷാൽ EM ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്കെതിരെ കോൺഗ്രസ് പാർട്ടിയുടെ ധീരനായ നേതാവായിരുന്ന ശ്രീ P.T. ചാക്കോ, പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ P.T. ചാക്കോ, ആചാര്യനായ ശ്രീ മന്നത്ത് പത്മനാഭൻ മുൻനിരയിൽ നിന്ന് നയിച്ച വിമോചന സമരത്തിന് നേതൃത്വം കൊടുത്ത ശ്രീ P.T. ചാക്കോ, ഈ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ നിന്ന് പുറത്തായ ശേഷം പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായപ്പോൾ സാക്ഷാൽ മന്നത്ത് പത്മനാഭൻ പോലും മധ്യ തിരുവിതാംകൂറിന്റെ ഗർജിക്കുന്ന സിംഹമെന്ന് പറഞ്ഞ ശ്രീ P.T. ചാക്കോ കോൺഗ്രസ് പാർട്ടിയുടെ ലീഡറായി നിന്നുകൊണ്ട് മുഖ്യമന്ത്രി പദവിയിൽ ഇരിക്കാൻ സാധ്യതയുണ്ടായത് അന്നത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ശ്രീ R. ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം വളരെ വിദഗ്ധമായി ഓപ്പറേറ്റ് ചെയ്ത് ശ്രീ P.T. ചാക്കോയെ മാറ്റുന്നു. ഇപ്പോൾ P.J. ജോസഫിന് കൊടുത്തതുപോലെ അന്ന് PSP നേതാവായിരുന്ന പട്ടംതാണു പിള്ളയ്ക്ക് മുഖ്യമന്ത്രി കസേര കൊടുത്ത് ശ്രീ P.T. ചാക്കോയെ ഒതുക്കുന്നു. അതിനെയൊക്കെ P.T. ചാക്കോ അതിജീവിച്ചു. അത് കഴിഞ്ഞ് ശ്രീ P.T. ചാക്കോ ശ്രീ പട്ടംതാണു പിള്ള ഗവർണറായി പോകുമ്പോൾ മുഖ്യമന്ത്രി പദത്തിലേക്ക് വീണ്ടും അവസരമുണ്ടായിട്ട് പോലും P.T. ചാക്കോയെ മാറ്റി ശ്രീ R. ശങ്കർ മുഖ്യമന്ത്രിയാകുന്നു. R. ശങ്കർ മുഖ്യമന്ത്രി ആയതുകൊണ്ട് മാത്രം നിർത്തിയില്ല, നിയമസഭയ്ക്കകത്തിട്ട്, ഞാൻ ഈ പാർലമെന്ററി പ്രൊസീജിയർ, ഈ നിയമസഭാ പ്രൊസീഡിങ്സ് മുഴുവൻ വായിച്ചിട്ടുള്ളതാണ് പറയുന്നത്, നിയമസഭയ്ക്കകത്തിട്ട് ശ്രീ P.T. ചാക്കോയെ എത്രമാത്രം അപമാനിതമാക്കാമോ അതിന്റെ മാക്സിമം ശ്രേണിയിൽ നിന്നുകൊണ്ട് ശ്രീ R. ശങ്കർ നടത്തിയ ശ്രമങ്ങൾ മുഴുവൻ ശ്രീ P.T. ചാക്കോ അതിജീവിച്ചപ്പോൾ അവസാനം മുഖ്യമന്ത്രിയുടെ വസതിയിൽ ക്ലിഫ് ഹൗസിൽ R. ശങ്കർ കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാക്കന്മാരെ വിളിച്ചു കൂട്ടിയിട്ട് പറയുകയാണ്, എന്റെ മന്ത്രിസഭയിലെ ആഭ്യന്തരമന്ത്രി ഞാൻ പുറത്താക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് P.T. ചാക്കോയിൽ വിശ്വാസം നഷ്ടപ്പെട്ടപ്പോൾ P.T. ചാക്കോ ഒന്നും പറയാതെ, ഉപാധികളില്ലാതെ ശ്രീ P.T. ചാക്കോ റിസൈൻ ചെയ്ത് റെസിഗ്നേഷൻ ലെറ്റർ R. ശങ്കറിന് കൊടുത്തതിന് ശേഷം ഈ P.T. ചാക്കോ ട്രിവാൻഡ്രത്തു നിന്നും കോട്ടയത്തേക്ക് മടങ്ങുന്ന
ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി അന്നത്തെ കോൺഗ്രസിന്റെ ലീഡറായിരുന്ന സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ലീഡറായിരുന്ന ശ്രീ വയലായി ഇടുക്കുളയും ശ്രീ മാത്തച്ചൻ ഗുരുവിനാക്കുന്നതിന്റെയും ഒക്കെ നേതൃത്വത്തിൽ കോട്ടയം DCC ഓഫീസിൽ ശ്രീ PT ചാക്കോയ്ക്ക് സ്വീകരണം കൊടുക്കുമ്പോൾ അന്ന് കോൺഗ്രസിന്റെ DCC പ്രസിഡന്റ് ഉയർത്തിയ മുദ്രാവാക്യം എന്താണെന്ന് അറിയാവോ? ചാക്കോച്ചന്റെ മനസ്സ് പിളർന്ന ശങ്കർ മന്ത്രി പുറത്തു പോകൂ എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റുപിടിച്ചത്. ഇത് ഞാൻ പറഞ്ഞത് കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ തുടക്കത്തെ കുറിച്ചാണ് പറഞ്ഞത്. അതിനുശേഷം ശ്രീ PT ചാക്കോ KPCC പ്രസിഡന്റായിട്ട് മത്സരിച്ചു. KC എബ്രഹാം മാസ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് PT ചാക്കോയെ പരാജയപ്പെടുത്തി. ഇതെല്ലാം കഴിഞ്ഞ് രാഷ്ട്രീയ വനവാസത്തിലേക്ക് PT ചാക്കോ മാറുന്നു. അഭിഭാഷക വൃത്തിയിലേക്ക് പോയി. കോഴിക്കോട് അദ്ദേഹത്തിന്റെ ലാസ്റ്റ് സപ്പർ എന്ന് പറയുന്ന കോഴിക്കോട് അളകാപുരി ഗസ്റ്റ് ഹൗസിലാണ്. ഒരു കേസിന്റെ അന്വേഷണമായി പോയി അവിടെ വെച്ച് അദ്ദേഹം മരിക്കുകയാണ്. മനസ്സിലാക്കണം, കോൺഗ്രസ് പ്രവർത്തകർക്ക് നേതൃത്വം കൊടുത്ത മധ്യ തിരുവിതാംകൂറിന്റെ ഗർജിക്കുന്ന സിംഹമെന്ന് ശ്രീ മന്നത്ത് പത്മനാഭൻ കമന്റ് ചെയ്ത ശ്രീ PT ചാക്കോ മരിക്കുമ്പോൾ ഒരു പോലീസ് വാനിൽ R ശങ്കർ ഒരു സാധാരണ ഒരു പൗരന്റെ മൃതദേഹം കയറ്റിപ്പോകുന്നത് പോലെ ഈ കോഴിക്കോട്ട് നിന്ന് തൃശ്ശൂർ മുതൽ കോട്ടയത്ത് എത്തിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിയപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരാണ് തടഞ്ഞത്. ശ്രീ മാത്തച്ചൻ ഗുരുവിനാക്കുന്നിലും ശ്രീ വയലായി ഇടുക്കുളയുമാണ് R ശങ്കറിന്റെ മസ്തിക്ക് മുമ്പിൽ നിന്നുകൊണ്ട് ഈ മൃതദേഹം പുറത്തെടുക്കുന്നത്. തൃശ്ശൂർ മുതൽ കോട്ടയം വരെ നടത്തിയ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിന് കോൺഗ്രസ് പ്രവർത്തകർ കൊടുത്ത വികാരനിർഭരമായ ആ ആദരാഞ്ജലികളുടെ പ്രതീകമായിട്ടാണ് കേരള കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പിൽക്കാലത്ത് രൂപം കൊടുക്കുന്നത്. അത് ആചാര്യനായ ശ്രീ മന്നത്ത് പത്മനാഭൻ 1964 ഒക്ടോബർ മാസം 9-ാം തീയതി കോട്ടയം തിരുനക്കര മൈതാനിയിൽ വെച്ച് ഉയർത്തിയ ആ പ്രസ്ഥാനം എത്രയോ പ്രതിസന്ധികളെയും എത്രയോ പരീക്ഷണങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ നിലനിന്നത്. മധ്യ തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ സ്പന്ദനങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി കേരള കോൺഗ്രസിനെ നിലനിർത്തുന്നതിൽ ശ്രീ KM മാണി കൊടുത്തിട്ടുള്ള കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. ഞാൻ പറഞ്ഞത് കോൺഗ്രസിന്റെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ മുമ്പിൽ പതറിയിട്ടുള്ള ഒരു പ്രസ്ഥാനമല്ല കേരള കോൺഗ്രസ്. കേരള കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് നിയമസഭയിൽ അംഗങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം മുന്നണി സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിൽ സ്ഥിരമായ മിത്രങ്ങളോ സ്ഥിരമായ ശത്രുക്കളോ ഒന്നുമില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ശുഷ്കമായ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇന്ത്യയിലെ പ്രാദേശിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഓരോ സ്റ്റേറ്റിലും ക്രോഡീകരിക്കേണ്ട ധാർമ്മികമായ ചുമതലയുള്ള കോൺഗ്രസ് പ്രസിഡന്റും അതിന്റെ സംവിധാനങ്ങളെയും മുഴുവൻ നോക്കുകുത്തികളാക്കിക്കൊണ്ട് UDFന്റെ സെക്കൻഡ് ലെവലിലുള്ള ലീഡേഴ്സ് നടത്തുന്ന ഈ ജുഗുപ്സാപകരമായ ഈ നീക്കം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ തകർച്ചയിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇത് യാതൊരു സംശയവുമില്ല. ശ്രീ പുന്നക്കൻ മുഹമ്മദ് അലി, അങ്ങയിലേക്ക് വരികയാണ്. ജോസ് കെ മാണി വിഭാഗം പോകുന്നതോടുകൂടി നിങ്ങളുടെ ശക്തി ക്ഷയിക്കുമോ? പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിൽ നിങ്ങൾക്കുണ്ടാകുന്ന ബലം കുറഞ്ഞു വരുമോ? അത് ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, കേരള കോൺഗ്രസിലെ KM മാണിയുടെ പ്രിയപുത്രൻ ജോസ് കെ മാണി കുറച്ചു പേരും, അത് ഇപ്പൊ കേരള കോൺഗ്രസിൽ കുറച്ചു പേര് പോയത് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആത്മാഭിമാനമുള്ള ഒരു കേരള കോൺഗ്രസ്സുകാരനും അവരോടൊപ്പം പോകില്ല. അതിന്റെ വെപ്രാളമാണ് ഡൈസി ഇടുക്കുളം ഇപ്പൊ പഴയ ചരിത്രം പറഞ്ഞു. ആ പഴയ ചരിത്രം പറഞ്ഞ് കേരള കോൺഗ്രസ് ആർക്കെതിരാണോ ഉണ്ടാക്കിയത് ആ കേരള കോൺഗ്രസ് തന്നെ 10-38 വർഷക്കാലം ഇതേ കോൺഗ്രസ് നേതൃത്വം നൽകിയ മുന്നണിയോടൊപ്പം നിന്ന് എല്ലാ അധികാരത്തിലും വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പൊ കോൺഗ്രസിനെ കുറ്റം പറയുമ്പോ സങ്കടമുണ്ട് ഡൈസേ. നിങ്ങള് സങ്കടം അല്ലാതെ വേറൊന്നും പറയാനില്ല. പിന്നെ എന്റെ പ്രിയപ്പെട്ട ഇടതുപക്ഷത്തിന്റെ സഹയാത്രികൻ ബഹുമാനപ്പെട്ട മാണി സാർ എന്ന് പറയുന്നുണ്ടല്ലോ, ജോസ് കെ മാണി സാറ്, ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. കാരണം ഇവന്മാരെ കൊണ്ടൊക്കെ ബഹുമാനപ്പെട്ടത് പറയിപ്പിച്ചല്ലോ. ലൈവായിട്ട് ഒന്ന് നോക്കണം. വായിതേ ആ KM മാണി സാറിന്റെ മുഖം മൂടിയിട്ട് ബസ്സുകൾ കയറിക്കൊണ്ട് 5 രൂപ തരുമോ മാണി സാറിന്റെ കുടുംബത്തെ സഹായിക്കാൻ എന്ന് പറഞ്ഞ് പിച്ചെടുത്തുകൊണ്ട്, ഇതാണോ നിങ്ങൾ ചെയ്യേണ്ടത്? ഇതാണോ രാഷ്ട്രീയ പ്രവർത്തനം? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഒരു വോട്ടിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി എന്ത് വിഡ്ഢിത്തരവും ഏത് കള്ളത്തരവും പ്രചരിപ്പിക്കും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മാണി സാറിനെ ഇവർ വേട്ടയാടിയത്. തീർന്നോ? ഞാൻ ഭായിയോട് ചോദിക്കാൻ ഒന്നും കൂടി ഒരു ചോദ്യം കൂടി ചോദിക്കാം. മാണി സാർ മരിച്ചുപോയി, വിട്ടെ. കോയ വാങ്ങിയ മാണി സാർ, കോയിയായ ജോസ് കെ മാണി, സരിതന്റെ കേസുണ്ടല്ലോ നിങ്ങളെ കയ്യില്, അതിന് മാണിയുടെ മകന്റെ പ്രിയപുത്രന്റെ പേരുണ്ട്. അതിന്റെ എന്താണ് നിങ്ങളുടെ നിലപാട്? അപ്പൊ കോയിയായ
ജോസ് കെ മാണിയെ എന്ത് അടിസ്ഥാനത്തിലാണ് സ്വീകരിച്ചിരിക്കുന്നത്? അതോട് നെറികെട്ട രാഷ്ട്രീയം. ഈ അവസ്ഥയിൽ പിണറായി വിജയന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോയാൽ രക്ഷ കിട്ടില്ല. അപ്പോൾ ക്രിസ്ത്യൻ വോട്ടുകൾ കിട്ടണം, അവരുടെ വോട്ടുകൾ കിട്ടണം. അവരുടെ വോട്ട് പിടിക്കുന്നതിന് വേണ്ടി കേരള കോൺഗ്രസിന്റെ ഒരു വിഭാഗത്തെ സ്വീകരിച്ചു എന്നല്ലാതെ ഒരു രാഷ്ട്രീയ മര്യാദയും ഒരു മര്യാദയില്ലാത്ത രാഷ്ട്രീയ നിലപാടാണ് CPM എടുത്തിരിക്കുന്നത്. അതിനവർ മറുപടി പറയും. ശ്രീ വഹിനാട്ടിക, ഇതിന് മറുപടി പറയേണ്ടതുണ്ട്. ഒപ്പം നിങ്ങൾ അന്ന് കെ മാണിക്കെതിരെ ഉയർത്തിയ ഒരുപാട് ആരോപണങ്ങൾ, അദ്ദേഹത്തിന് നിങ്ങൾ കൊടുത്തിരിക്കുന്ന പേര് കള്ളമാണി, കോടമാണി, ബാർ അഴിമതിക്കാരൻ തുടങ്ങിയ ഒരുപാട് പേരുകൾ അദ്ദേഹത്തിന് നിങ്ങൾ നൽകിയിരുന്നു. നിങ്ങൾ വിളിച്ച മുദ്രാവാക്യങ്ങളിൽ ഇപ്പോഴും നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഒപ്പം നിങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ തറവാട്ടിൽ നോട്ട് എണ്ണുന്ന യന്ത്രം ഉണ്ട് എന്നൊക്കെയാണ്. ആ യന്ത്രം ഇപ്പോഴും അവിടെ ഉണ്ടോ? ഒന്ന് ഇതിന്റെ ഇതുപോലെ തന്നെ കോൺഗ്രസിന്റെ സ്വാഭാവികമാണ് ഈ വെക്കാറ്. കാരണം ഒരു മന്ത്രിസഭാ നാലര വർഷം പഞ്ചായത്ത് അവരോടൊപ്പം നിന്നിരുന്ന രണ്ട് പ്രധാനപ്പെട്ട അതിൽ ഒന്ന് വീരേന്ദ്രകുമാർ നേതൃത്വം നൽകിയ യഥാർത്ഥത്തിൽ അത് മുൻകരുതലോടൊപ്പം ഉണ്ടായിരുന്നു. അവർക്ക് അവിടെ എത്തിയതോടുകൂടി ഒരല്പം ശബ്ദത്തിൽ സംസാരിക്കാൻ സാധിക്കുമോ? ഒന്ന് ഉറക്കെ സംസാരിക്കൂ. ഓക്കെ, അതായത് കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കാം. ഞാൻ പറയുന്നത് ശ്രീ പുന്നക്ക മുഹമ്മദ് അലിയും കോൺഗ്രസും പ്രധാന ഒരു 4.5 വർഷം പിന്നിട്ട് ഒരു സർക്കാരിന്റെ മുന്നണിയിലേക്ക് പ്രതിപക്ഷത്തുള്ള രണ്ട് പ്രധാനപ്പെട്ട കക്ഷികൾ, ഒന്ന് വീരേന്ദ്രകുമാറിന്റെ ജനതാദള്, അത് കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെ ഞങ്ങൾക്ക് ഇടതുപക്ഷ മുന്നണിയിൽ എടുക്കണമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗം ചേർന്ന് തീരുമാനിച്ചിട്ട് പോലുമില്ല. അപ്പോഴത്തിനേറെ ഇത്രയധികം വെപ്രാളം കൊള്ളുകയാണ്. മാണി സാർ പോന്നു കഴിഞ്ഞാൽ മാണി സാറിന്റെ അണികൾ പോലില്ല. ആരോടാണ് ഈ പറയുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി അംഗീകരിച്ചു. ശ്രീ വഹിനാട്ടി, നമുക്ക് അങ്ങനെ അങ്ങ് അടച്ചു പറയാൻ സാധിക്കുമോ? അറിയാം, ഞാൻ പറഞ്ഞുതരാം. അപ്പോ അത്തരത്തിൽ ഇടതുപക്ഷത്തിലേക്ക് ഒരു രാഷ്ട്രീയ കക്ഷി വരുമ്പോൾ ഉണ്ടാകാവുന്ന വെപ്രാളം അത് സ്വാഭാവികമാണ്. ആ വെപ്രാളം മാത്രമായിട്ട് ഞാൻ പുന്നക്കന്റെ പാർട്ടിയുടെയും കാണുന്നത്. ഇത് താങ്കൾ ചോദിച്ച ചോദ്യം, അദ്ദേഹത്തിനെതിരെ നിങ്ങൾ ഉന്നയിച്ച നോട്ടെണ്ണൽ യന്ത്രം, ഈ നോട്ടെണ്ണൽ യന്ത്രം അവിടെ ഉണ്ട് എന്ന് പറയുന്ന വിജിലൻസ് റിപ്പോർട്ടാണ്. വിജിലൻസ് റിപ്പോർട്ടിൽ വന്ന വാദഗതികളെ അന്നത്തെ പ്രതിപക്ഷം രാഷ്ട്രീയമായി ചോദ്യം ചെയ്യും. രാഷ്ട്രീയമായി ഒരു ഭരണപക്ഷത്ത് നിൽക്കുന്ന ധനകാര്യമന്ത്രി സംസ്ഥാന സെക്രട്ടറി അദ്ദേഹത്തിന് ഞാൻ പറയുന്നതിന്റെ നിങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇന്ന് പത്രക്കാർ ചോദ്യം ചോദിച്ചപ്പോ പറഞ്ഞത് നിങ്ങൾ പോയി നോക്കണം, എനിക്കറിയില്ല എന്നാണ്. അവർ വായിൽ അതിനെ കുറിച്ച് പറയല്ല. സംസ്ഥാന ജനറൽ സെക്രട്ടറി അങ്ങനത്തെ സമയം വരുമ്പോ പറയാൻ പറ. അദ്ദേഹത്തിന് ചർച്ചയുടെ ജനാധിപത്യം സംരക്ഷിക്കും. അപ്പൊ എനിക്ക് പറയാനുള്ളത്, അത്തരത്തിൽ വിജിലൻസിന്റെ വിജിലൻസിൽ തന്നെ ഒരു റിപ്പോർട്ട് വരുമ്പോ ആ റിപ്പോർട്ടിനെ പ്രതിപക്ഷം സ്വാഭാവികമായിട്ടും ഏറ്റെടുക്കുന്നു. അത്തരത്തിൽ നടന്നിട്ടുള്ള സമരം അത് UDF-നെതിരെയുള്ള സമരമാണ്. അതിൽ കേസിൽ നിങ്ങൾ മാണി എന്ന് മാത്രമാണോ പറയുന്നത്? അതിനേക്കാൾ വലിയ പ്രതി ഉണ്ടായിരുന്നു കെ ബാബുവിനെതിരെ വെരിഫിക്കേഷൻ ഇട്ടില്ല, ഇന്റലിജൻസ് ഇട്ടില്ല, എക്സൈസ് മന്ത്രിക്കെതിരെ, ധനകാര്യമന്ത്രിക്കെതിരെ ഇട്ടു. അതാണ് ഉമ്മൻചാണ്ടിയുടെ കുറിപ്പുകുട്ടി. സ്വന്തം പാർട്ടിയിലെ സ്വന്തം നേതാവിന്റെ കെ ബാബുവിനെ ഒരു നിലക്കും പ്രതിയാക്കാതെ ആ ആരോപണത്തിന് പോക്കറ്റിലിട്ട് വെച്ച് നടന്ന് അദ്ദേഹത്തിന്റെ രാജ്യം 15 ദിവസം പോക്കറ്റിലിട്ട് വെച്ച് നടന്ന് മാണി സാറിനെ കൊണ്ട് രാജിവെപ്പിച്ചു. അതാണ് പിന്നിൽ നിന്ന് കുത്തുക എന്ന് പറയുന്നത്. രാഷ്ട്രീയത്തിൽ നെറി വേണം. നെറികെട്ട രാഷ്ട്രീയം കളിക്കുന്നത് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ. കാരണം RSS-നോട് സഖ്യം ചേർന്ന് BJP-യോടൊപ്പം ചേർത്തുകൊണ്ട് CBI, CBI ഉൾപ്പെടെയുള്ളവരെ ഇന്ത്യയിൽ മുഴുവൻ എതിർക്കുമ്പോൾ ഇവിടെ അവർക്ക് വേണ്ടി സമരം ചെയ്ത് RSS-നും BJP-ക്കും ഒപ്പം നിൽക്കുന്ന അത്തരം നെറികെട്ട രാഷ്ട്രീയം കളിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് ആണ്. ആ നെറികേട് മാണി സാറിനോട് കാണിച്ചു. മാണി സാറിന്റെ മകനും
മാണി സാറിന്റെ അനുയായികളും അതിനുള്ള പ്രതികാരം കിട്ടും. പ്രതികാരം കിട്ടുന്നത് കേരളത്തിൽ അടുത്ത വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവായിട്ട് പോലും ഒരു കോൺഗ്രസ്സുകാരനുണ്ടാവില്ല. അത് മുസ്ലിം ലീഗുകാരനായ കുഞ്ഞാലി. ശരി, നമുക്ക് തൽക്കാലം ഒരു ഇടവേള അനിവാര്യമായിട്ടുണ്ട്. ഞാൻ തിരിച്ചെത്താം. ചെറിയ ഇടവേള. വീണ്ടും സ്വാഗതം ദ റൈറ്റ് അവറിലേക്ക്, സത്യം തേടുന്ന സംവാദത്തിലേക്ക്. ശ്രീ ഡയസ് ഇടിക്കുള, ജോസ് കെ മാണി UDF-ലേക്ക് പോകുമ്പോൾ, LDF-ലേക്ക് പോകുമ്പോൾ അണികളെല്ലാവരും കൂടെ വരുമെന്ന് നിങ്ങൾക്ക് അത്ര പ്രതീക്ഷയുണ്ടോ? കേരള കോൺഗ്രസ് പാർട്ടിയുടെ കരിസ്മ എന്ന് പറയുന്നത് ശ്രീ KM മാണിയാണ്. മാണി സാറിൻ്റെ മകനാണ് കേരള കോൺഗ്രസ് പാർട്ടിയെ നയിക്കണമെന്ന് കേരള കോൺഗ്രസിലെ ബഹുഭൂരിപക്ഷം വരുന്ന നിയോജകമണ്ഡലം പ്രസിഡന്റുമാരും ജില്ലാ പ്രസിഡന്റുമാരും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും MLA-മാരും MP-മാരും അടക്കുന്ന സംവിധാനം ഞങ്ങളുടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് എന്ത് ആശ്ചര്യമാണുള്ളത്? ഞങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് ഞാനൊന്ന് ഇടപെടുന്നു. ഈ കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് പണ്ട് മുതൽ നമുക്ക് ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയുന്നത് ഇടതുപക്ഷ വിരുദ്ധത വളരെ ഒരുപാട് ഉണ്ടായിരുന്ന രാഷ്ട്രീയ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ള അണികളാണുള്ളത്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് ഇടതുപക്ഷത്തെ ഒട്ടും അംഗീകരിച്ചിരുന്നില്ല, അല്ലെങ്കിൽ രാഷ്ട്രീയമായി വിരുദ്ധ ചേരികളിലായിരുന്നു. ഇപ്പോൾ ഇടതുപക്ഷത്തേക്ക് പോകുമ്പോൾ ഈ അണികളെ നിങ്ങൾ എങ്ങനെയാണ് വിശദീകരിച്ച് മനസ്സിലാക്കുക? പറയാം. ജനാധിപത്യ ചേരിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഐക്യ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തെ നയിച്ചത് ശ്രീ K. കരുണാകരനാണ്. ശ്രീ കരുണാകരൻ്റെ നേതൃത്വത്തിലുള്ള ഐക്യമുന്നണി സംവിധാനത്തിൽ ഞങ്ങൾ നിൽക്കുമ്പോഴാണ് ഈ ആട്ടും തുപ്പലും എല്ലാം നമ്മൾ ഏൽക്കുന്നത്. കഴിഞ്ഞ 4 വർഷമായി കൃത്യമായി സൈബർ ഗുണ്ടകളെ കൊണ്ട് കൃത്യമായി ഞങ്ങൾക്ക് കൊട്ടേഷൻ കൊടുത്തിട്ടാണ് ഞങ്ങളുടെ സോഷ്യൽ മീഡിയകൾ അറ്റാക്ക് ചെയ്യുന്നത്. ജോസ് കെ മാണിയെ ടാർഗറ്റ് ചെയ്യുന്നു. അതായത് മാണി സാറിന് ശേഷം ഈ പാർട്ടിയെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള എത്ര ആക്രമണങ്ങളാണ് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ്. രാവിലെ എത്ര പേരാണ് അറ്റാക്ക് ചെയ്യുന്നത്? ഇപ്പോൾ ബാർക്കോഴ കേസ് തന്നെ ക്വിക്ക് വെരിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞല്ലോ. ഞാൻ അതിനെക്കുറിച്ചൊന്നുമില്ല. സഭ്യതയുടെ അതിർവരമ്പുകൾ ഒരിക്കൽ പോലും മാണി സാറ് ലംഘിച്ചിട്ടില്ല, ജോസ് കെ മാണി ലംഘിച്ചിട്ടില്ല. ഞങ്ങൾ വളരെ മാന്യമായിട്ട് മാത്രമേ ഇതിനോടൊക്കെ പ്രതികരിച്ചിട്ടുള്ളൂ. പക്ഷേ ഒരു ഓഫീസിലിരിക്കുന്ന ഒരു തൂപ്പുകാരനെ ഇറക്കി വിടുന്നത് പോലെ ശ്രീ ബെന്നി ബെഹ്റാൻ വന്നിട്ട് ഇത്രയും വർഷം നിന്ന ഐക്യ ജനാധിപത്യ മുന്നണി പടുത്തുയർത്താൻ വേണ്ടി നിന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ പുറത്താക്കി എന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ടേ? മാണി സാറിനെ സ്നേഹിക്കുന്ന ഒരു സമൂഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് അതിൻ്റെ റിയാലിറ്റി. ഞാൻ പറഞ്ഞല്ലോ, ശ്രീ കരുണാകരനെ പോലൊരു ലീഡർ ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ, ശ്രീ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ പോലൊരു ലീഡർ കോൺഗ്രസ് UDF-ന് നേതൃത്വം കൊടുത്ത ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ സെറ്റിൽ ചെയ്യുമായിരുന്നു എന്ന് വിശ്വസിക്കുന്നവരാ ബഹുഭൂരിപക്ഷം വരുന്ന കേരള കോൺഗ്രസ് പ്രവർത്തകർ. വേദനയോടുകൂടി തന്നെയാണ് ഞങ്ങൾ ഈ തറവാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഇറ്റ്സ് എ റിയൽ ഫാക്ട്. ശ്രീ വാഹി നാട്ടിക, ജോസ് കെ മാണി എത്തുമ്പോൾ LDF-ലേക്ക് എത്തുമ്പോൾ അണികളൊപ്പം ഉണ്ടാവുമെന്ന് വിശ്വസിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടില്ലേ? കാരണം PJ ജോസഫ് സാർ അപ്പുറത്ത് നിൽക്കുന്നു. പരമ്പരാഗതമായി LDF വിരുദ്ധരാണ് കേരള കോൺഗ്രസ്സുകാർ.
അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ മധ്യകേരളം പിടിച്ചെടുക്കാൻ, കാരണം LDF-ന് ഒരിക്കലും പിടിച്ചെടുക്കാൻ പറ്റാത്തത് മധ്യകേരളമായിരുന്നു. തെക്കാണെങ്കിലും വടക്കാണെങ്കിലും നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ മധ്യകേരളം നിങ്ങൾക്ക് തൊടാൻ സാധിച്ചിട്ടില്ല. മധ്യകേരളത്തിൽ നിങ്ങൾക്ക് ചുവപ്പ് രാഷ്ട്രീയം വിരിക്കാൻ പറ്റും എന്ന് തോന്നുന്നുണ്ടോ ജോസ് കെ മാണി LDF-ലേക്ക് എത്തുമ്പോൾ? ജോസ് കെ മാണി ഇടതുപക്ഷത്തോടൊപ്പം ചേരുകയാണെന്ന് പ്രഖ്യാപനം നടത്തിയിട്ട് നിങ്ങളൊന്ന് നോക്കൂ. സാധാരണ ഏതെങ്കിലും തരത്തിലുള്ളൊരു എതിർപ്പ് അവരുടെ ഏതെങ്കിലും ഒരു അണികൾ ഒരു പ്രാദേശികമായി നിങ്ങൾ എവിടെയെങ്കിലും ഒരു രണ്ടാളുകൾ ജാഥ വിളിക്കും പോകട്ടെ, ഒരു ഫേസ്ബുക്കിൽ കുറിപ്പിടുന്നത് കണ്ടിട്ടുണ്ട് അണികൾ ആരെങ്കിലും? ഇപ്പോൾ ഡയസ് ഇടിക്കുളയെ പോലെ UDF-നോടൊപ്പം നിന്നിരുന്ന UDF-ന്റെ രാഷ്ട്രീയത്തോടെ എന്നും ദൈനംദിനം ചർച്ചകളിലും മറ്റും പങ്കെടുത്തിരുന്ന പ്രവാസി മേഖലയിലുള്ള കേരള കോൺഗ്രസ്സുകാരൊന്ന് അന്വേഷിച്ചു നോക്കൂ. ഒരു മനുഷ്യനുണ്ടോ ഇതിനെതിരെ പറയുന്നത്? അത്തരത്തിൽ കേരള കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ ആ കേരള കോൺഗ്രസിൽ നമ്മൾ എന്തിനാ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു? രണ്ടാമത്തെ കാര്യം, താങ്കൾ പറഞ്ഞ ഇടതുപക്ഷ വിരോധം പറയുകയാണെങ്കിൽ ഇതിനേക്കാളും വലിയ ഇടതുപക്ഷ വിരോധമുള്ള ഉമ്മൻചാണ്ടിയും AK ആന്റണിയും ഇടതുപക്ഷത്തോടൊപ്പം CPIM-നോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് രാഷ്ട്രീയം എന്നുള്ളത് സാമൂഹ്യമായ ഉയർന്നു വരുന്ന സമകാലികമായ വസ്തുതകൾക്കനുസൃതമായിട്ടാണ്. ഈ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ കേരള കോൺഗ്രസിൽ ഇപ്പോൾ ഇവര് നിർത്തിയിരിക്കുന്ന കേരള കോൺഗ്രസിലെ ജോസഫ് എന്ന് പറയുന്ന നേതാവ്, അദ്ദേഹം എവിടെയായിരുന്നു? അദ്ദേഹം ഞങ്ങളുടെ മന്ത്രിയായിരുന്നു. മന്ത്രിയായി ഇരുന്നിരുന്ന അദ്ദേഹം ഒരു ദിവസം എന്തെങ്കിലും ഒരു കാരണം ഇടതുപക്ഷം UDF-ൽ നിന്ന് ചവിട്ടി പുറത്താക്കിയതാണ് മാണിയെയും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ ചവിട്ടി പുറത്താക്കിയതാ. ഇത് അദ്ദേഹത്തിന് എല്ലാവിധ അംഗീകാരവും കൊടുത്തു. അദ്ദേഹത്തിൻ്റെതായ ചില കയ്യിലിരിപ്പുകൊണ്ട് വിവാദങ്ങൾ ഉണ്ടാവുകയും മന്ത്രിസഭയിൽ പോയത് അതിൽ ഇടതുപക്ഷത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കൊണ്ട് വെച്ചതാണ്. മറ്റൊരു കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെയുള്ള ആളുണ്ടായിരുന്നു കേരളത്തിൽ കേരള കോൺഗ്രസ് ഇടതുപക്ഷത്തോടൊപ്പം. എന്നിട്ട് ഇടതുപക്ഷത്തിന്റെ കേരള കോൺഗ്രസിന്റെ വോട്ട് കിട്ടിയിരുന്നില്ലേ? കേരള കോൺഗ്രസിന് MLA-മാരുണ്ടായിരുന്നില്ലേ? എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇടതുപക്ഷത്തോട് വരിക എന്ന് പറഞ്ഞാൽ UDF-ൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 കക്ഷിയാണ്. 1 കോൺഗ്രസ്, 2 ലീഗ്, 3 കേരള കോൺഗ്രസ്. ബാക്കിയൊക്കെ നമുക്ക് എന്താ? കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം നമ്മളൊന്നെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും തുടർ ഭരണത്തിന് അനുവദിക്കാത്ത ജനതയാണ് കേരളത്തിലുള്ളത്. ഇനി വരുന്ന ഭരണം LDF-ന് കിട്ടുമെന്ന് നിങ്ങൾക്ക് അതിയായ വിശ്വാസമുണ്ടോ? അതൊരല്പം അതിമോഹമാവില്ലേ? അത് ജോസ് കെ മാണി വന്നാലും വന്നില്ലെങ്കിലും. ജോസ് കെ മാണി വന്നതോടുകൂടി കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, കേരളത്തിൽ അടുത്ത് വരുന്ന പ്രതിപക്ഷ നേതൃസ്ഥാനം കോൺഗ്രസിന് കിട്ടില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ്. കേരളത്തിലെ കോൺഗ്രസ് അത്ര കണ്ട് തകർന്ന് തരിപ്പണമാകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതിന്റെ കൂടെ തന്നെ ശ്രീ വാഹി നാട്ടിക പറഞ്ഞ കാര്യത്തോട് നിങ്ങൾ പ്രതികരിക്കേണ്ടതുണ്ട് ശ്രീ പുന്നക്കൻ മുഹമ്മദ്. അതിന്റെ കൂടെ തന്നെ എന്റെ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം വരുന്നു. ഇന്ന് K. മുരളീധരൻ അടക്കം പറഞ്ഞിരിക്കുന്നത് വേണ്ടത്ര ചർച്ച UDF-ൽ നടന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അണികൾ UDF-ൽ നിന്ന് വിട്ടുപോകാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. എങ്ങനെ പ്രതികരിക്കും? UDF-ൽ നിന്ന് ആരും പോകരുത് എന്ന് തന്നെയാണ് ഒരു കോൺഗ്രസ് പ്രവർത്തകനായ എന്റെ ആഗ്രഹം. പക്ഷേ ഒരു സംഘടന ആയാലും ഒരു മുന്നണി ആയാലും മര്യാദകളൊക്കെ ഉണ്ട്. വാഗ്ദാന ലംഘനം നടത്തരുത് ആരായാലും. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ അച്ചടക്ക നടപടി എടുക്കണം. ആ അച്ചടക്ക എടുത്തതിന്റെ ഭാഗമാണ് ഇത്. മാണി സാറിന്റെ മകന് അമിത മോഹം വന്നുപോയി. കാരണം അദ്ദേഹത്തിന് അല്പം പോലും ക്ഷമയുണ്ടായിരുന്നുവെങ്കിൽ ഈ കേരള കോൺഗ്രസ് ഇങ്ങനെ പിളരേണ്ട ഒരു ആവശ്യവുമില്ല. നിങ്ങളത് ആലോചിച്ച് നോക്കൂ. ഏറ്റവും പ്രായമുള്ള സീനിയർ നേതാക്കന്മാരാണ് മാണി സാറിന്റെ കൂടെ ഉണ്ടായത്. ഏതെങ്കിലും ഒരു സീനിയർ നേതാവ് ഡേയ്സ് പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു സീനിയർ നേതാവിന്റെ പേര് പറഞ്ഞോ? എന്തിന്? PJ ജോസഫ് സാറും ഒരു പ്രായമുള്ള മനുഷ്യനാണ്. അവരെ ഒരാളെ ചെയർമാൻ ആക്കാൻ പറഞ്ഞിട്ട് അത് കേൾക്കാതെയാണ് ഈ പാർട്ടി പിളർന്നത്. അല്ലാതെ ഈ UDF കോൺഗ്രസ് പിളർത്തിയൊന്നല്ല. മാണി സാറിന്റെ മകന് ക്ഷമയില്ലാത്തത് കൊണ്ടാണ് കോട്ടയത്ത് ആദ്യത്തെ മത്സരത്തിൽ 3-ാം സ്ഥാനത്തേക്ക് പോകേണ്ടി വന്നത്. കോൺഗ്രസ് കാൽവാരിയത് കൊണ്ടൊന്നല്ല. ആരോടാ തോറ്റത്? കേരള കോൺഗ്രസ് ഉണ്ടാക്കിയ അദ്ദേഹത്തിന്റെ മകനോട്. എങ്ങനെയാ തോറ്റത്? ഞാൻ പറയണോ? അതൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഈ അമിത മോഹമാണ് ഈ കേരള കോൺഗ്രസിന്റെ പിളർപ്പിലേക്ക് എത്തിയത്. കുറച്ച് ഒന്ന് ക്ഷമിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്കൊന്ന് ക്ഷമിക്കാമായിരുന്നില്ലേ? ഒന്ന് ക്ഷമിക്കാമായിരുന്നില്ലേ ശ്രീ ഡയസ് ഇടിക്കുള? PJ ജോസഫിന്റെ രാഷ്ട്രീയ ഗ്രൂപ്പ് കേരള കോൺഗ്രസ് എമ്മിലേക്ക് ലയിക്കുകയാണ് ഉണ്ടായത്. അല്ലാതെ കേരള കോൺഗ്രസ് എം PJ ജോസഫിലേക്ക് ലയിക്കുകയല്ല ഉണ്ടായത്. അന്ന് മാണി സാറ് വളരെ സന്തോഷത്തോടു കൂടി ചേർത്ത് നിർത്തി. മാണി സാറ് പറഞ്ഞ് ഞങ്ങൾ പാർലമെന്ററി പാർട്ടി ലീഡറും ചെയർമാൻ പദവിയും മാണി ഗ്രൂപ്പിനുള്ളതാണ്.
പി ജെ ജോസഫ് സാർ വർക്കിംഗ് ചെയർമാനാണ്. മാണി സാറിൻ്റെ മരണശേഷം എന്താണ് നമ്മൾ പറഞ്ഞത്? 5 പ്രാവശ്യം ശ്രീ ജോസ് കെ മാണി ശ്രീ പി ജെ ജോസഫുമായിട്ട് വ്യക്തിപരമായി ചർച്ച നടത്തി, സി എഫ് സാറുമായിട്ട് ചർച്ച നടത്തി. ഞങ്ങൾ പറഞ്ഞ എന്താണ്, സി എഫ് സാറ് പാർട്ടിയുടെ ചെയർമാൻ ആയിക്കോട്ടെ, പാർലമെൻ്ററി പാർട്ടി ലീഡറായിട്ട് ജോസഫ് സാർ ഇരുന്നു. പക്ഷേ വർക്കിംഗ് ചെയർമാനായിട്ട് പോലും ജോസ് കെ മാണിയെ അംഗീകരിക്കുവാൻ ഈ ഭരണഘടനയുടെ ഒരു പോയിന്റ് ഉപയോഗിച്ച് അദ്ദേഹം തയ്യാറായില്ല. ഇത്രയും അപമാനം നമ്മൾ സഹിച്ചും നമ്മളതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്തു. ഈ ശ്രീ പുന്നക്കൻ പറഞ്ഞ പോലെ ഇല്ലാത്ത ഒരു എഗ്രിമെൻ്റ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തെ സംബന്ധിച്ച് ഞങ്ങൾ ചോദിച്ചുള്ളൂ. എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ എഗ്രിമെൻ്റ് എന്താണ്? 2 കക്ഷികൾ തമ്മിൽ നടന്ന ഉഭയസമ്മതമാണ്. അതിന് സാക്ഷികൾ ഉണ്ടാകണം, 2 കക്ഷികൾ തമ്മിൽ സൈനിങ് ഉണ്ടാകണം. ഇങ്ങനൊരു ഡോക്യുമെൻ്റ് ഇവർക്ക് കാണിക്കാനുണ്ടോ? അങ്ങനെ ഒരു ഡോക്യുമെൻ്റ് ഇല്ല. ഇനി അതെല്ലാം നിൽക്കട്ടെ, ഇത്രയും പ്രതിസന്ധികളിൽ നിന്നുകൊണ്ട് ശ്രീ കെ എം മാണിയെയും അദ്ദേഹത്തിൻ്റെ മകനെയും അറ്റാക്ക് ചെയ്യുമ്പോൾ പോലും ചങ്ങനാശ്ശേരിയിൽ നടക്കുന്ന മുനിസിപ്പൽ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ സി എഫ് സാറിൻ്റെ ബ്രദറാണ് അവിടെ ചെയർമാനായിട്ടിരിക്കുന്നത്. കോൺഗ്രസ് കാൻഡിഡേറ്റ് മെമ്പർമാർ പോലും മാറി നിന്നപ്പോൾ മാന്യതയോടുകൂടി സി ജോസ് കെ മാണിയുടെ പ്രതിനിധാനം ചെയ്യുന്ന കേരള കോൺഗ്രസിൻ്റെ കൗൺസിലർമാർ വോട്ട് ചെയ്തതുകൊണ്ടാണ് സി എഫ് സാറിൻ്റെ ബ്രദർ ഇന്ന് അവിടെ മുനിസിപ്പൽ ചെയർമാനായിട്ടിരിക്കുന്നത്. ഞങ്ങൾ മാന്യതയൊന്നും ഞങ്ങൾ ആരോടും കാണിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ട് വരുന്നൊരു സംശയം, കെ മാണി എന്ന വൻ വൃക്ഷമുണ്ടായിരുന്ന സമയത്ത് അച്ചടക്കമായി പാർട്ടി എങ്ങനെ കൊണ്ടുപോകണം, ഏതെല്ലാം നേതാക്കൾക്ക് ഏതെല്ലാം സ്ഥാനം കൊടുക്കണം, എങ്ങനെ പാർട്ടി കരുത്തോടെ മുന്നോട്ട് പോകണം എന്നെല്ലാം അറിയാമായിരുന്നു അദ്ദേഹത്തിന്. ജോസ് കെ മാണിയിൽ നിന്ന് നമുക്കത് പ്രതീക്ഷിക്കാമോ? ഒപ്പം കൃത്യമായി മുന്നണിയിൽ വിലപേശാനും ആവശ്യങ്ങൾ നേടിയെടുക്കാനും മാണി സാറിന് സാധിക്കുമായിരുന്നു. ആ ഒരു കാര്യം നമുക്ക് ജോസ് കെ മാണിയിൽ നിന്ന് പ്രതീക്ഷിക്കാമോ? തീർച്ചയായും പ്രതീക്ഷിക്കാം. ഇന്നലത്തെ 2 ദിവസമായി നടക്കുന്ന ഇന്റർവ്യൂസ് നിങ്ങൾ കണ്ടല്ലോ. പരിണിതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പരിണിതപ്രജ്ഞനായ ഒരു മകൻ്റെ രാഷ്ട്രീയ നിലപാടുകളാണ് നിങ്ങൾ ഇന്റർവ്യൂവിലൂടെ കണ്ടത്. അദ്ദേഹം സഭ്യതയുടെ അതിപറമ്പുകളൊന്നും ലംഘിച്ചിട്ടില്ലല്ലോ. എത്ര മാന്യമായിട്ടാണ് സംസാരിച്ചത്. ശ്രീ പുന്നക്കൻ, മറ്റൊരു കാര്യം കൂടെ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. NSSുമായി നല്ലൊരു റാപ്പോ ഉണ്ടായിരുന്നു മാണി സാറിന്. ഇപ്പോൾ അത് ജോസ് കെ മാണി LDFിലേക്ക് പോയപ്പോൾ NSSൻ്റെ ചില വോട്ടുകളെങ്കിലും ബാലകൃഷ്ണ പിള്ളയിലേക്ക് അല്ലെങ്കിൽ ബാലകൃഷ്ണ പിള്ളയുടെ പാർട്ടിയിലേക്ക് പോകും എന്ന് നമുക്ക് കരുതാം. അതായത് LDFന് ഗുണം ചെയ്യുമെന്ന് കരുതാം. അവിടെ ഒരു ഭിന്നിപ്പ് ഉണ്ടാകുന്നു എന്ന് കരുതാം. ഇതും LDFന് ഗുണം ചെയ്യുന്ന കാര്യമല്ലേ? ഞാനൊരു കാര്യം പറയാം. മാണി സാറിന്റെ മകനോട് വ്യക്തിപരമായിട്ട് വലിയ ഇഷ്ടമുള്ള ഒരാളാണ്. അദ്ദേഹം നല്ല ലീഡറാണ്. അദ്ദേഹം തോറ്റപ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോറ്റപ്പോഴും സങ്കടപ്പെട്ട ഒരാളാണ്. കാരണം അദ്ദേഹം നല്ല ആൾക്കാരോട് പെരുമാറാൻ അറിയുന്ന നല്ല രാഷ്ട്രീയ നേതാവാണ്, ഭാവിയുടെ രാഷ്ട്രീയ നേതാവാണെന്ന് വിശ്വസിക്കുക. കാരണം അദ്ദേഹത്തെ നശിപ്പിക്കാൻ വേണ്ടി കോയി ജോസഫ് എന്ന് പറഞ്ഞ് നടന്ന ആളെ കൂടിയാണ് ഇപ്പൊ കൂടിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാവി എത്രയാണെന്ന് നമുക്ക് പിന്നീട് കാണാം. പക്ഷേ ഞാനൊരു കാര്യം പറയാം, CO തോമസ് ആരാണ്? ബേസിലെക്കുളൊന്ന് പറഞ്ഞാൽ മാണി സാറിന്റെ ഹൃദയത്തിന്റെ ഒരു ഭാഗമാണ് CF തോമസ് സാർ. ആ CF തോമസ് സാറിനെ ചെയർമാൻ ആക്കാനാണ് PJ ജോസഫ് പറഞ്ഞത്. വർക്കിംഗ് വൈസ് ചെയർമാൻ ആണല്ലോ ഓൾറെഡി ആര് ജോസഫ് മാണി സാറിന്റെ മകന്. 2 വൈസ് ചെയർമാൻമാരാണ് ഉണ്ടായത്. ഒന്ന് PJ ജോസഫ് സാറും ഒന്ന് മാണി സാറിന്റെ മകനും. മാണി സാറ് ചെയർമാനും. അങ്ങനെ മാണി സാർ മരിച്ചപ്പോൾ CF തോമസ് സാറിനെ, ജോസഫ് അല്ല, തെറ്റിദ്ധരിപ്പിക്കുകയാണ് കേരള കോൺഗ്രസിന്റെ ആൾക്കാർ. CF തോമസ് സാറിനെയാണ് ചെയർമാൻ ആക്കാൻ പറഞ്ഞത്. അത് അംഗീകരിക്കാതെയാണ്, എന്നുവെച്ചാൽ അതാ ഞാൻ പറഞ്ഞത്, പക്വതയില്ലാത്ത ഒന്ന് വെയിറ്റ് ചെയ്യാനുള്ള താമസം. CF തോമസ് സാർ മരിച്ചു. സ്വാഭാവികമായിട്ടും ഈ അദ്ദേഹത്തെ അന്ന് ചെയർമാൻ ആക്കിയിരുന്നുവെങ്കിൽ ഇന്ന് ഓൾറെഡി ഓട്ടോമാറ്റിക്കൽ ചെയർമാൻ ആരാവും? മാണി സാറിന്റെ മകനാകുമായിരുന്നു. ഈ കേരള കോൺഗ്രസ് പിളരേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അധികാരമോഹം, അത്യാഗ്രഹമാണ് ഈ കേരള കോൺഗ്രസിന്റെ അവസ്ഥ ഇപ്പൊ എത്തിയിരിക്കുന്നത്. സെക്കൻഡ്, നിങ്ങൾ ചോദിച്ചു NSS കോൺഗ്രസുമായി ഒരു ബന്ധമുണ്ട്. അത് കേരള കോൺഗ്രസിനെ കണ്ടിട്ടുള്ള ബന്ധമല്ല കോൺഗ്രസിനുള്ളത്. കോൺഗ്രസ് CPM പോലെ അല്ല. സുഖെന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വന്നാലും വന്നില്ലെങ്കിലും കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയോടും ഒരു നിലപാടുണ്ട്. അത് നേരെ പട്ടാപ്പകല ഞങ്ങൾ വണ്ടിയെടുത്ത് പോക്ക്. തെരഞ്ഞെടുപ്പ് ആകുമ്പോ ഒളിച്ചു നിന്ന് മുണ്ടിട്ട് രാത്രി പോയി അരമനയിലും NSSന്റെ അടുത്തും വെള്ളാപ്പള്ളിയുടെ അടുത്തും പോയി വോട്ട് കെഞ്ചുന്ന രാഷ്ട്രീയ പാർട്ടി അല്ല CPM അല്ല കോൺഗ്രസ്. കോൺഗ്രസ് ജാതി മത സംഘടനകൾ അംഗീകരിക്കുന്ന കോൺഗ്രസ് പ്രസ്ഥാനമാണ്. അല്ലാതെ CPM പോലെ മാണി സാറിനെ മകനെയും പരമാവധി ദ്രോഹിച്ച് ഇപ്പൊ പ്രിയപ്പെട്ട സുഹൃത്ത് പൊന്നക്കം പറഞ്ഞു. എനിക്ക് ചിരിയാണ് വരുന്നത്. കോൺഗ്രസ് എന്താ പറയാ, ഇടതുപക്ഷം ഇവരോടൊക്കെ ജാതിമത സംഘടനകളുടെ അടുത്തൊക്കെ മുന്നിട്ട് പോകുന്നു.
കോൺഗ്രസ് പരസ്യമായിട്ടാണ് എന്നുള്ളത്. എന്റെ സുഹൃത്തെ, കേരളത്തിൽ ഭരണം എന്ന് പറയുന്നത് ജനങ്ങളുടേതാണ്, ഏതെങ്കിലും ഒരു ജാതിമത സംഘടനകളുടേതല്ല. അത് ഇടതുപക്ഷത്തിന്റെ നിലപാടാണ്. ഇടതുപക്ഷത്തിന്റെ സർക്കാർ രൂപീകരിക്കുമ്പോൾ നായർ മന്ത്രിയില്ല, മുസ്ലിം മന്ത്രിയില്ല, ഈഴവ മന്ത്രിയില്ല, ആ മന്ത്രിയില്ല, ഈ മന്ത്രിയില്ല എന്നുള്ള പറഞ്ഞുള്ള തർക്കങ്ങളാണ് ഉണ്ടാവാറുള്ളത്. സമുദായ സംഘടനകൾ, മതങ്ങൾ, സാമൂഹ്യ സംഘടനകൾ അവരുടെ പണിയാണ് ചെയ്യേണ്ടത്. രാഷ്ട്രീയത്തിൽ നേരിട്ട് ഇടപെടാൻ നൽകുന്നത് ജനാധിപത്യത്തിന്റെ തകർച്ചയാണ്. ജനാധിപത്യം രാത്രി പോയി വോട്ട് വാങ്ങാൻ വേണ്ടി ജാതി കളിക്കുന്ന, മതം കളിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും എല്ലാ മതമില്ലാത്ത പാർട്ടികളാണ് കോൺഗ്രസ്. ഞങ്ങൾ പോകും. പൊടിക്കരായാലും ശരി, ഞാനൊന്ന് ഇടപെടുകട. മധ്യ കേരളത്തിന്റെ ഭാവി എന്താവും? പൊടിക്കൻ മുഹമ്മദ് അലി, നമുക്ക് തുടരാം. ഞാനൊന്ന് ഡയസ് എടുക്കളിലേക്ക് പോയിട്ട് തിരിച്ചെത്താം. മധ്യ കേരളത്തിന്റെ ഭാവി ഒന്ന് എങ്ങനെയിരിക്കും? മധ്യ തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ കേരള കോൺഗ്രസ് പാർട്ടി 1964 മുതൽ ഒരു വലിയ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ടെന്നുള്ളത് രാഷ്ട്രീയ ചരിത്രമാണ്. മധ്യ തിരുവിതാംകൂറിന്റെ മാത്രമല്ല, കുടിയേറ്റ മേഖലയിലേക്ക് പോയിരിക്കുന്ന മലബാർ മേഖലയിലും കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഇന്ന് ശാക്തികമായ മേഖലയുണ്ട്. അവിടെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിന് വേണ്ടി ഡിസൈഡിംഗ് ഫാക്ടറുള്ള വോട്ട് ബാങ്കുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി ശ്രീ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് ഇന്ന് സംഘടനാ സംവിധാനത്തിൽ സജ്ജമാക്കിയിരിക്കുന്നു. ഒരു സംശയവും വേണ്ട, നാളെ ഇവിടെ തെരഞ്ഞെടുപ്പുകൾ വരാൻ പോവുകയല്ലേ, നമുക്കൊക്കെ ഇനിയും വീണ്ടും കാണാമല്ലോ. തീർച്ചയായിട്ടും കാണാം. ശ്രീ പുന്നിക്കൻ മുഹമ്മദ് അലി, ഇതിനുള്ള പെട്ടെന്ന് മറുപടി. തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് ശക്തിയില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും മധ്യ തിരുവിതാംകൂർ ആരൊക്കെ നിൽക്കും? പെട്ടെന്ന് പറയും. കേരള കോൺഗ്രസ് ജോസ് കെ മാണി സാറിന്റെ മകനും കുറച്ചാളും പോയത് കൊണ്ട് കേരള കോൺഗ്രസ് LDF പോയി, കേരള കോൺഗ്രസിന്റെ വോട്ടുകൾ മുഴുവൻ ചോർന്നു പോയി എന്നുള്ള ധാരണ. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പീസ് ഊരി ഞങ്ങൾ കൊടുക്കും. പ്രത്യേകിച്ച് കേരള കോൺഗ്രസിൽ ഈ മാണി സാറിന്റെ മകന് പോയില്ലേ, ആ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ തിരിച്ചു വരാൻ പോകുന്നത്. മാണി സാറിനെയും കുടുംബത്തെയും ഇത്രയും ദ്രോഹിച്ച CPM-ന്റെ കുത്തക സീറ്റ് പോലും ഞങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ പിടിച്ചെടുക്കും. ശ്രീ ഭാഗ്യനഗർ, വളരെ ചുരുക്കത്തിൽ ഭാഗ്യനാട്ടികൾ മറുപടി. 1 മിനിറ്റിൽ നിർത്താമെങ്കിൽ അത്രയും നല്ലത്. സമയപരിമിതി ഉണ്ട്. പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. എനിക്ക് പറയാനുള്ളത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടുതൽ ശക്തമാകുന്ന രൂപത്തിലേക്ക് ഒരു പുതിയ കക്ഷി കൂടി, അതായത് UDF-ന്റെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ കക്ഷി UDF-നെ ഉപേക്ഷിച്ചുകൊണ്ട് ഇടതുപക്ഷത്തേക്ക് വരാൻ സന്നദ്ധമായി നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള നിയമസഭാ സീറ്റിനേക്കാൾ വലിയ അംഗബലത്തോടുകൂടി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPIM നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും. അതിനേക്കാൾ ഉപരി വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഒരൊറ്റ ജില്ലാ പഞ്ചായത്ത്, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് കിട്ടി, ബാക്കി ഒരൊറ്റ ജില്ലാ പഞ്ചായത്തിൽ പോലും പ്രാതിനിധ്യമില്ലാത്ത രൂപത്തിലേക്ക് തരിപ്പണമാകുന്ന UDF ആണ് ഈ വരുന്ന ഈ കേരളത്തിലെ രാഷ്ട്രീയ വ്യത്യാസത്തിലൂടെ സംഭവിക്കാൻ പോകുന്നത്. തൽക്കാലം സമയപരിമിതി കൊണ്ട് നമ്മൾ നമ്മുടെ റൈറ്റ് അവർ എന്ന സത്യം തേടുന്ന ഈ സംവാദ പരിപാടി തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി കാണാം. രാഷ്ട്രീയ ഭാവി, കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവി, പ്രത്യേകിച്ച് ജോസ് കെ മാണി ഇടതിലേക്ക് പോകുമ്പോൾ എന്താകുമെന്ന് തൽക്കാലം നമുക്ക് അടുത്ത തിരഞ്ഞെടുപ്പ് വരെ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി കാണാം. നന്ദി, നമസ്കാരം.